ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ ആ ബെൻഡാക്കി എടുക്കാന്ന് പറഞ്ഞാൽ ആ മെറ്റലൊക്കെ നടക്കാനുള്ള ആ മതിലിൻ്റെ വർക്കാട്ടോ. 2 പോസ്റ്റും കൂടി കുഴിച്ചിട്ടാണ്ട് അതിനെ കുഴിയൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ഗേറ്റും കൂടി സെറ്റ് ചെയ്യാണ്ട്. നമ്മളെ വീഡിയോക്ക് ഒന്നും ലൈക്കൊന്നും അടിക്കില്ല, ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. നമുക്കൊരു സന്തോഷം കിട്ടണമെങ്കിൽ നിങ്ങളൊരു സപ്പോർട്ടും കമൻറ്റും കാര്യങ്ങളും ലൈക്കൊക്കെ അല്ലേ. യൂട്യൂബിലെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ സുഹൃത്തുക്കളെ, വർക്കെല്ലാം കഴിഞ്ഞതാ. ഒരു ആർച്ച് അടിച്ചിട്ടുണ്ട്, അതേമാതിരി ഒരു സിമ്പിൾ ഗേറ്റ്. ഇത് അന്ന് ഞാൻ വളച്ചെടുത്ത് പറഞ്ഞ സംഭവം ഇതാ. ഇങ്ങനെ വളച്ചെടുത്തിട്ട് ഉള്ളിലേക്ക് കൊണ്ടിട്ടത് ഉണ്ടോ, ഉള്ളിലേക്ക് ഇങ്ങനെ വളച്ചെടുത്ത് റെഡിയാക്കി. അതായത് ഈ സ്ക്വയർ കാലിൻ്റെ ഉള്ളിൽ മെറ്റലിടണം. ഇവർ അവിടുന്ന് ആ പകുതി കാണുന്ന ഫുള്ളായിട്ട് മെറ്റലിടണം. ഈ ഒരു സ്ക്വയർ കാലും മെറ്റലിടണം. നമ്മൾ ഭാഗമായിട്ട് ചെറിയൊരു ആർച്ച് അടിച്ചു കൊടുത്തു വള്ളിയൊക്കെ പെടുത്താനേ. വൈത്തിരി 12 മാലുള്ള കേരളത്തിൽ ജീവിക്കാൻ്റെ വീടാണ്. തൽക്കാലം ഇവിടെ മേൽഭാഗം താഴെ നല്ല ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, മേലെ ചെറിയൊരു സെപ്പറേറ്റ് ഗേറ്റേ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് മൊത്തം ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് മെറ്റലിട്ടിട്ട് ഒക്കെ സെറ്റാക്കാനുള്ളതാണ്. ഏതായാലും വളരെ സിമ്പിളായിട്ടുള്ള ഗേറ്റാട്ടത്. പെട്ടെന്നൊരു നായ്ക്കളോ ഒരു ജീവികളാണ് കടക്കാക്കാൻ മാത്രമുള്ള ഉദ്ദേശമുള്ള ചെറിയൊരു ഗേറ്റ്, വളരെ സിമ്പിൾ. ഇതിൻ്റെ പണിക്കാർ വിചാരിക്കും ഇതൊക്കെ ഒരു ഗേറ്റാണെന്ന്. പക്ഷേ നമ്മൾ വീഡിയോ ഇടുമ്പോൾ എല്ലാം ഇടണമല്ലോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.